നമസ്കാരം, സ്വാഗതം, വണക്കം, വെൽക്കം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറയുവാൻ കാരണമെന്താണ്? അതിൻ്റെ യുക്തി എന്താണ്? തീർച്ചയായും നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചു കാണും. ഇതിനെപ്പറ്റി നിങ്ങളുടേതായ ധാരണകളുണ്ടായിരിക്കും. ഉണ്ടാകാതിരിക്കാൻ ന്യായമില്ല. എങ്കിലും ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന മാത്രമല്ല, ആത്മീയമായി അർത്ഥവത്തായ ഒരു സമീപനം കൂടെ ആകയാൽ ഇത് സൂചിപ്പിക്കുന്ന ആത്മീയമായ അച്ചടക്കത്തെ, മര്യാദയെ കഴിയുമെങ്കിൽ വ്യക്തമായും വ്യാപകമായും മനസ്സിലാക്കുന്നത് പ്രയോജനപ്പെടും എന്ന ഒരേ ഒരു കരുതലിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യേശു വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ശ്രദ്ധേയമായ അർത്ഥവത്തായ, മനുഷ്യരാശിക്ക് ആകമാനം വളരെയധികം ഗുണം മാത്രം ചെയ്യാവുന്ന ആത്മീയമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ ശേഷം അതിനനുബന്ധമായിട്ടാണ് പറയുന്നത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നാം സാധാരണ ഗതിയിൽ ചിന്തിച്ചാൽ ഇപ്പോൾ നമ്മളിൽ ആർക്കെങ്കിലും വളരെ അർത്ഥവത്തായ, മനുഷ്യരാശിക്ക് നന്നേ ഗുണം ചെയ്യുന്നൊരാശയമുണ്ട്. ആ ആശയം നമ്മുടെ ഉള്ളിൽ ജനിച്ചാലുടൻ മറ്റുള്ളവരുമായി പങ്കിടുവാനുള്ള വ്യഗ്രത നമ്മെ ആവഹിക്കും. നാം അങ്ങനെ 10 പേരെ കിട്ടിയാൽ അവിടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഈ കാര്യം വിളിച്ചു പറയുമ്പോൾ സർവ്വ കഴിവും ഉപയോഗിച്ച് നമ്മളുടെ ആശയം അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചേ അടങ്ങൂ. അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പരാജയമാണ്. അതൊരു വിധത്തിലും എനിക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന ഒരു സമീപനമാണ് അവലംബിക്കാൻ സാധ്യത. അത് നല്ല ഉദ്ദേശത്തോടു കൂടെയാണ്, യാതൊരു സംശയമില്ല. കാരണം നാം അവർക്ക് നൽകുവാൻ ശ്രമിക്കുന്ന ആശയം അത്രമാത്രം നന്മ ചെയ്യാൻ കഴിവുള്ളതാണ്. ആ നന്മ അവർക്ക് ഉണ്ടാകട്ടെ എന്ന സ്തുത്യർഹമായ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ആശയം സർവശക്തിയും ഉപയോഗിച്ച് അവരുടെ ഉള്ളിലേക്ക് കുത്തിവെക്കാൻ നാം ശ്രമിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി ഒരുപക്ഷെ മറ്റാരും എടുക്കുവാൻ തുനിയാത്ത അല്ലെങ്കിൽ കൂട്ടാക്കാത്ത ഒരു നിലപാട്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അങ്ങനെയുള്ള ഒരു നിലപാട് യേശു എടുക്കുവാൻ എന്താണ് യുക്തി? ഇത് അറിയുവാൻ നിങ്ങൾക്ക് തീർച്ചയായും കൗതുകമുണ്ടായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇതിനോട് തുടർന്നുള്ള ചിന്തകൾ ഏവരുമായി പങ്കിടും. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യമായി നാം മനസ്സിൽ കുറിക്കേണ്ടത് യേശു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് കൽപ്പിച്ച അപ്രമേയമായ വിലയാണ്. മനുഷ്യനാകണമെങ്കിൽ അവൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകണം, അർത്ഥവത്താകണം. അതിനെ തരം താഴ്ത്തിക്കൊണ്ട് മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം അനുഭവിപ്പാനോ പ്രാപിപ്പാനോ കഴിയുകയില്ല എന്നത് യേശുവിനെ വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് താൻ ബദ്ധിതരെ വിടുവിക്കാനായിട്ടാണ് വന്നത് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒട്ടുമുക്കാലും ആളുകൾക്ക് മനഃപ്പാഠമാക്കിയാൽ അത് കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുകയാണ്. വിശദീകരിക്കാൻ തുനിയുന്നുമില്ല. അപ്പോൾ മനുഷ്യൻ ലോകത്തെമ്പാടും അടിമത്വത്തിലാണ്. അടിമത്വം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു. അത് മനുഷ്യൻ്റെ അധഃപതനത്തിൻ്റെ അളവുകോലാണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ യേശുവിനുണ്ടായിരുന്നു. രണ്ടാമത്, ഈ അടിമത്വത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യത്വം പ്രാപിപ്പാൻ കഴിവില്ലാത്തവനായി ആ ഒരു കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ട് ജീവിക്കുന്നുവെങ്കിലും മരണതുല്യമായ അവസ്ഥയിലാണ്. ജീവച്ഛവം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ
നാം ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ ജീവിക്കുന്നതുമില്ല. സർദീസിലെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതു, നിനക്ക് ജീവനുണ്ട് എന്നൊരു പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാണ്. യു ഹാവ് ദ നെയിം ഓഫ് ബീയിങ് എലൈവ് ബട്ട് യു ആർ ഡെഡ്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യന് വളരെ അത്യുന്നതമായ ഒരു ലക്ഷ്യമാണ് യേശു മനസ്സിൽ വിഭാവന ചെയ്തത്. അത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലുണ്ടെന്ന് നമുക്കറിയാം. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ഒരു മതം സ്ഥാപിക്കാനോ ഒരു മതത്തെ നവീകരിക്കാനോ അല്ല യേശു വന്നത് എന്നത് വളരെ വ്യക്തമാണ്. അവർക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവർക്കും ജീവനുണ്ടാകുവാനും, അതുമാത്രം പോരാ, സമൃദ്ധമായ ജീവനുണ്ടാകുവാനും ഞാൻ വന്നു. ആ സമൃദ്ധമായ ജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന ഘടകങ്ങളിൽ സുപ്രധാനമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സ്വതന്ത്ര ജീവിയായി ദൈവം വിഭാവന ചെയ്തു. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം പരിശുദ്ധമായ ഒരവസ്ഥയാണ്, ഒരവകാശമാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യത്തെ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത മനുഷ്യ സ്വഭാവത്തിൽ ക്രിയ ചെയ്യുന്നു എന്നുള്ളത് വേദപുസ്തകം, മറ്റുള്ള മതഗ്രന്ഥങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് പ്രത്യേകമായി സ്ഥാപിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഫ്രഞ്ച് ചിന്തകനായ റൂസോ പറയുന്നത്, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ ജനിക്കുമ്പോൾ സ്വതന്ത്രനാണ്, പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും അടിമത്വത്തിലാണ് കഴിയുന്നത്. ഇത് മനുഷ്യ അവസ്ഥയെ മനസ്സിലാക്കാൻ നമ്മെ വളരെയധികം സഹായിക്കുന്ന ഒരു അറിവാണ് എന്നത് ഞാൻ ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മനുഷ്യൻ്റെ അവസ്ഥയെ അറിയണമെങ്കിൽ അടിമത്വം എന്താണെന്നും ആ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ട ആവശ്യം എന്താണെന്നും ആ വിടുതലിൻ്റെ പൊരുളെന്താണെന്നും നമുക്ക് സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകാതെ ഒരു പ്രയോജനവുമില്ല, ഒരു വഴിയുമില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ലളിതമായ സത്യം. അപ്പോൾ യേശു മനുഷ്യരെ വിടുവിക്കാൻ വന്നു, അല്ലെങ്കിൽ അടിമത്വത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലതയിലേക്ക് ആക്കി വയ്ക്കാനായി യേശു വന്നു. എല്ലാ ആത്മീയ ദൗത്യത്തിൻ്റെയും പൊരുൾ ഇതാണ്. മനുഷ്യൻ സ്വാഭാവികമായി അടിമത്തത്തെ ആശ്ലേഷിക്കുന്നു. അടിമത്തത്തിൽ കഴിയുന്നതാണ് നല്ലത് എന്ന് അവൻ കരുതുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ പോലും അടിമത്തത്തിൻ്റെ ചങ്ങലയുടെ കിലുക്കം അവൻ്റെ ആത്മാവിൻ്റെ കോണിൽ എവിടെയോ അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വൈകല്യമാണ്, ഒരു വിരോധാഭാസമാണ്. അതുകൊണ്ട് മനുഷ്യർ സൃഷ്ടിക്കുന്ന സമൂഹത്തിലും സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും മതത്തിലുമെല്ലാം അടിമത്വമാണ് ഏറ്റവും പ്രധാനമായി നാം കാണുന്നത്. അടിമത്വമില്ലാത്ത ഒരു വ്യവസ്ഥിതിയുമില്ല. അടിമത്വത്തിൻ്റെ ചുവയും അടിമത്വത്തിൻ്റെ ചങ്ങലയുമില്ലാത്ത ഒരു വ്യവസ്ഥിതിയും ഈ ഭൂമിയുടെ പരപ്പിലില്ല. അത് മനുഷ്യബന്ധങ്ങൾ തൊട്ട് അന്താരാഷ്ട്രീയ ബന്ധങ്ങൾ വരെ ഈ ഒരു വിഷം ബാധിച്ചു കിടക്കുന്നു. ഇത് മനുഷ്യജാതിക്ക് ഭീമമായ അപകടവും നഷ്ടവും വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ ശപിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് ദൈവദത്തമായ സ്വാതന്ത്ര്യത്തിലേക്ക് അവനെ വഴി നടത്തുക എന്നതാണ് ആത്മീയമായ ദൗത്യത്തിൻ്റെ പൊരുൾ എന്നത് യേശു വ്യക്തമായി തൻ്റെ പഠിപ്പീരുകളിൽ ആകമാനം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി നാം ഈ ഒരു അവസ്ഥ അല്പമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ അവനെ നിയന്ത്രിക്കുന്നത്, അത് പറയുന്നതിന് മുമ്പ് മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും സഭയും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം, പിന്നെ മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധം, എല്ലാറ്റിനും ഉപരി മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം, പിന്നെ മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം, ഇങ്ങനെ നാനാവിധമായ ബന്ധങ്ങളാൽ മനുഷ്യജീവിതം നിറഞ്ഞു നിൽക്കുന്നു. ബന്ധം എന്ന വാക്ക് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മനുഷ്യജീവിതത്തിൽ പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ അടിമത്വം സ്ഥിതി ചെയ്യുന്നത് ബന്ധങ്ങളിലാണ്. ബന്ധങ്ങളില്ലെങ്കിൽ അടിമത്വമല്ല. അപ്പോൾ ഞാൻ തനിച്ചെവിടെയെങ്കിലും ഒരു തുരുത്തിൽ പോയി താമസിച്ചാൽ അവിടെ അടിമത്വം ഉണ്ടാകുകയില്ല. ഈ ഭൂമിയുടെ പരപ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ
ഞാൻ ആരുടെയും അടിമയാകാൻ സാധ്യമല്ല. പിന്നെ എനിക്ക് എൻ്റെ സ്വഭാവത്തിൻ്റെ അല്ല സ്വഭാവ വൈകല്യങ്ങളുടെ അടിമയാകാം. പക്ഷെ ഞാൻ മറ്റൊരാളുടെ എനിക്ക് ബാഹ്യമായ ശക്തിയുടെ അടിമയാകേണ്ട ആവശ്യമില്ല. അപ്പോൾ അടിമത്തം എന്ന് പറയുമ്പോൾ എപ്പോഴും മനുഷ്യൻ അവൻ പാലിക്കുന്ന നാനാമുഖമായ ബന്ധങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വിഷമാണ് ഈ അടിമത്വം. അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ആണ് അത് ഉദിക്കുന്നത്. ആ ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ച് വെളിയിലേക്ക് പ്രവഹിച്ച് നാനാ മുഖമായ മനുഷ്യ അനുഭവങ്ങളിലും പ്രവർത്തന മേഖലകളിലും ഇത് ക്രിയ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ന് സമൂഹത്തിലേക്ക് വരുമ്പോൾ സമൂഹം പല വിധത്തിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കും. അതിലൊന്നാണ് താരിപ്പുകൾ, പാരമ്പര്യങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ താമസിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കുകയാണ്, നമ്മളതനുസരിച്ച് പ്രവർത്തിച്ചേ മതിയാകുള്ളൂ. അതിനോട് അനുയോജ്യരായി പോയില്ലെങ്കിൽ, അനുരൂപരായി പോയില്ലെങ്കിൽ അതിൻ്റേതായ ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും. പിന്നെ ധാർമ്മികമായ മൂല്യങ്ങൾ അത് നമ്മെ നിയന്ത്രിക്കുന്നുണ്ട്. എല്ലാ നിയന്ത്രണത്തിനും ഒരു നല്ല വശവും ഒരു നല്ലതല്ലാത്ത വശവുമുണ്ട്. എന്നാൽ നമ്മുടെ ചിന്ത മനുഷ്യ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന ഘടകങ്ങൾ, അതുകൊണ്ട് ഞാൻ നല്ലതും തീയതും അങ്ങനെ രണ്ട് വശത്തിലേക്കുള്ള ഒരു ഡിബേറ്റിലേക്ക് ഇപ്പോൾ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അത് എൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യനും സർക്കാരും തമ്മിലുള്ള ബന്ധം, അത് നിയമങ്ങൾ സാമൂഹ്യമായ ബന്ധങ്ങളിലും നിയമം നന്നേ ക്രിയ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് അല്ലെങ്കിൽ സർക്കാർ വ്യക്തികളെ നിയന്ത്രിക്കുന്നത് നിയമങ്ങളിൽ കൂടെയാണ്. ആ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി നാം ഏറ്റുവാങ്ങേണ്ടി വരും. അത് പല വിധത്തിലുള്ള നിയമങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പം ഇൻകം ടാക്സ് കൊടുക്കണം, അതൊരു നിയമമാണ്. ഭരണഘടന നിഷ്കർഷിക്കുന്ന ആ കാര്യങ്ങളൊക്കെയും അനുസരിക്കുക, അത് നമ്മുടെ നിർബന്ധമാണ്. IPC പോലെയുള്ള സംഹിതകൾ അത് ഇപ്പോൾ മാറിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് മനുഷ്യനെ നിയന്ത്രിക്കാനായി, അപ്പം നിയന്ത്രണം എന്ന് പറയുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തെ അത് അത്രമാത്രം നിയന്ത്രിക്കുന്നു, ഇല്ലാതാക്കുന്നു, വെട്ടിക്കുറയ്ക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുക. മതത്തിൽ വരുമ്പോൾ രണ്ട് തരത്തിലുള്ള നിബന്ധനകളാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ നന്നേ കുറയ്ക്കുന്നത്. ഒന്ന്, ദൈവം നൽകിയ കൽപ്പനകൾ എന്ന് പറഞ്ഞ് മനുഷ്യരെ ധരിപ്പിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ എന്ന് പറയുന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തെ അങ്ങനെ കുറയ്ക്കുന്നതല്ല, ദുസ്വാതന്ത്ര്യത്തെ കുറയ്ക്കുന്നതാണ്. അങ്ങനെ ആരോഗ്യപരമായ സ്വാതന്ത്ര്യത്തെ അത് കുറയ്ക്കുകയില്ല എന്ന് മാത്രമല്ല, നാം സ്വാതന്ത്ര്യത്തെ പ്രയോഗിക്കുന്ന വിധത്തിൽ ആരോഗ്യം വരുത്തി വയ്ക്കാൻ, അതിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ദൈവദത്തമായ കൽപ്പനകൾ സഹായിക്കുമെന്നാണ് എൻ്റെ പരമാർത്ഥം. എന്നാൽ മനുഷ്യ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും വിഘടമായി നിൽക്കുന്നത് ദൈവകൽപ്പനകൾക്ക് അതീതമായി എല്ലാ മതങ്ങളിലും പുരോഹിത വർഗം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന നിയമങ്ങൾ, മതപരമായ നിയമങ്ങളുണ്ട്. ദൈവത്തിൻ്റെ നിയമങ്ങളല്ല, മതപരമായ നിയമങ്ങളുണ്ട്. അതിന് പുറമെ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, ഐഹികങ്ങളുണ്ട്, കടമകളുണ്ട്. ഇന്നത് ചെയ്യണം, ചെയ്തുകൂടാ. ഇപ്പോൾ ഞായറാഴ്ച പള്ളി മണിയടിക്കുമ്പോൾ പള്ളിയിൽ വന്നിരിക്കണം, പള്ളിയിൽ വരാത്തവൻ നികൃഷ്ടനാണ്, ഇങ്ങനെയുള്ള. പിന്നെ എല്ലാറ്റിനും ഉപരിയായി പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമ്മുടെ കാലത്ത് അത് കൂടുതൽ പ്രാബല്യത്തിൽ വന്നു. അത് മതപരമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും എപ്പോഴും നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. പബ്ലിക് ഒപ്പീനിയൻ, മറ്റുള്ളവരുടെ അഭിപ്രായം. നാം അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമ്മളെല്ലാവരും തന്നെ, എല്ലാവർക്കും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ വലിയ താല്പര്യമാണ്. അതേസമയം ആർക്കും ഒരു നിയന്ത്രണം സ്വീകാര്യവുമല്ല. നിങ്ങൾ ആരോടെങ്കിലും ഇടപെട്ട്, ഞാൻ പൊതുരംഗത്ത് ദീർഘനാൾ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയിൽ അനേകായിരം അനുഭവങ്ങളുണ്ട്. ആർക്കെങ്കിലും നിങ്ങൾ 5 മിനിറ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ തലയിൽ കയറിയിരിക്കും. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. നന്മ കണ്ടാൽ അത് ബലഹീനമാണെന്ന് മനസ്സിലാക്കുകയും ആരോടെങ്കിലും ദയാപുരസരം ഇടപെട്ടാൽ ഇവനൊരു മണ്ടനാണ് എന്ന ധാരണയിൽ നേരെ തലയിൽ കയറി, കഴിയുമെങ്കിൽ ഉച്ചിയിൽ കാല് കുത്തി കറങ്ങി കളിക്കാൻ ശ്രമിക്കും. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യം അതിനെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ
അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അതിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് അവനെ സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്ന ആത്മീയമായി അഭികാമ്യമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണം. അതാണ് ആത്മീയ ദൗത്യം എന്ന് പറയുന്നത്. അത് സംഭവിക്കണമെങ്കിൽ മനുഷ്യ സ്വഭാവത്തിന് കാര്യമായ മാറ്റം വരണം. അതിന് ഉദ്ധാരണം സംഭവിക്കണം. ഈ അടിമത്വത്തിൻ്റെ വിത്ത് മറഞ്ഞു കിടക്കുന്നത് മനുഷ്യ സ്വഭാവത്തിലാണ്. ദ സീഡ് ഓഫ് സ്ലേവറി ലൈസ് ബെറീഡ് ഇൻ ഹ്യൂമൻ നേച്ചർ. അതിൽ നിന്നത് പറിച്ചു കളഞ്ഞിട്ട് മനുഷ്യ സ്വഭാവത്തെ ദൈവദത്തമായ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, സമീപനത്തിലേക്ക്, പ്രവർത്തന രീതിയിലേക്ക് അടുപ്പിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കുക. റീഓറിയൻറ്റ് ഹ്യൂമൻ നേച്ചർ ടുവേർഡ്സ് ഫ്രീഡം. ഇപ്പോൾ നമ്മുടെ സ്വഭാവം വാസ്തവത്തിൽ അടിമത്വത്തിലേക്ക് തിരിച്ച് വച്ചിരിക്കുകയാണ്. ആർ ഹ്യൂമൻ നേച്ചർ ഈസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് സ്ലേവറി. അതുകൊണ്ടാണ് പലർക്കും സ്വാതന്ത്ര്യത്തെപ്പറ്റി അറിയാൻ പോലും താല്പര്യമില്ല, സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ ചുമതലയേറ്റെടുക്കുവാൻ താല്പര്യമില്ല, അടിമത്തം എവിടെ കണ്ടാലും വിലയ്ക്ക് വാങ്ങിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായി നോക്കുമ്പോൾ വലിയ ഉരുക്കുമുഷ്ടി കൊണ്ട് ഞങ്ങളെ ഭരിക്കുന്ന ആളാണ് ഏറ്റവും നല്ല ഭരണാധികാരി എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ, അത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഡ്ഢിത്തരമാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ കാരണം അടിമത്വം മനസ്സിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തിൽ ജനായത്ത രീതി നിലനിൽക്കണമെങ്കിൽ, ജനായത്ത രീതി അടിമത്വത്തിലേക്ക് വഴുതിപ്പോകാതിരിക്കണമെങ്കിൽ അനിവാര്യമായി ചെയ്യേണ്ട ഒരു കടമ, അവിടെ നിർവഹിക്കപ്പെടേണ്ട ഒരു ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ സമൂഹത്തിലെ വ്യക്തികളുടെ സ്വഭാവം, മനുഷ്യ സ്വഭാവം, ആ സമൂഹത്തിൻ്റെ തന്നെ പൊതുവായ സ്വഭാവം, അവിടെ സ്ഥിതി ചെയ്യുന്ന സംസ്കാരത്തിൻ്റെ പൊതുവായ സ്വഭാവം, അവിടെ പാലിക്കപ്പെടുന്ന മതങ്ങളുടെ പൊതുവായ സ്വഭാവം എല്ലാം സ്വാതന്ത്ര്യത്തിലേക്ക് മുഖം തിരിഞ്ഞ് ഇരിക്കുന്നവ, ഓറിയൻറ്റഡ് ടുവേർഡ്സ് ഫ്രീഡം. ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള അദമ്യമായ ദാഹമില്ല എങ്കിൽ, ആത്മാർത്ഥമായ ദാഹമില്ല എങ്കിൽ, അവർക്കുള്ള തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുകയും അടിമത്വത്തെ അവരുടെ തലയിൽ കൊണ്ട് സ്ഥാപിക്കാനുള്ള എല്ലാവിധ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്യും. ഇത് ഈ കാലങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആഗോളതലത്തിൽ എന്താണ് പറയുന്നത്, ഡെസ്പോട്ടിസം, ടിറാനിക്കൽ റൂൾ, മനുഷ്യ സ്വാതന്ത്ര്യത്തെ അല്പം പോലും വില കൽപ്പിക്കാതെ ജനങ്ങളെ അടിച്ചമർത്തി പരിപൂർണ അധികാരം സ്ഥാപിച്ചുകൊണ്ട്, ആബ്സല്യൂട്ട് പവർ, അവരവരുടെ അധികാരം നിലനിർത്തത്തക്കവണ്ണം ഏത് അധർമ്മത്തിനും ഒരുങ്ങി നിൽക്കുന്ന ഒരു സമീപനമാണ് ആഗോളതലത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് പൂർവാധികമായ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഇന്ന് അപകടത്തിലായിരിക്കുന്നു. അത് വേണ്ടതുപോലെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള താല്പര്യം ജനങ്ങളിൽ കാണുന്നില്ലല്ലോ എന്നതോർക്കുമ്പോൾ ഞാൻ അത്ഭുതം കൊണ്ട് പരവശനായി പോവുകയാണ്. വാസ്തവത്തിൽ ഇന്ന് ആഗോളതലത്തിൽ മനുഷ്യൻ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ, ധരിക്കുവാൻ ശ്രമിക്കേണ്ടത് 2 വാക്കുകളാണ്, അല്ലെങ്കിൽ 3 വാക്കുകളാണ്. 1 സ്വാതന്ത്ര്യം, 2 അടിമത്വം, 3 അധികാരം. ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി, ഇവ 3 പറ്റിയും വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്, അറിയാനുണ്ട്. സ്വാതന്ത്ര്യം, അടിമത്വം, അധികാരം. സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ധാരണയോ, സ്വാതന്ത്ര്യത്തിൻ്റെ അച്ചടക്കമെന്ത്, കടമയെന്ത്, അതിൻ്റെ സംസ്കാരമെന്ത് എന്നതിനെപ്പറ്റി അറിവോ ഇല്ലാത്തൊരു ജനം അവർ തിരഞ്ഞെടുക്കുന്ന അധികാരത്തിൻ്റെ സ്വഭാവം അവരെ അടിമത്വത്തിലേക്ക് വഴി നടത്താൻ മാത്രം സഹായിക്കുന്നതായിരിക്കും. ലോകത്തിൽ ഒട്ടുമുക്കാലും, ചരിത്രത്തിലാകമാനം അവിടെയായി ജനം അടിമത്വത്തിലേക്ക് വഴുതിപ്പോയത് അവരുടെ തന്നെ സഹായത്തോടും സഹകരണത്തോടും കൂടെയാണ്.
മനുഷ്യർ മനഃപൂർവ്വം അടിമത്വത്തിലേക്ക് വഴുതിപ്പോകുന്നു. അടിമത്വത്തിൻ്റെ നുകം വാങ്ങിച്ച് അവരുടെ മുതുകിൽ വയ്ക്കുന്നു. ഇത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ പ്രവണത ഇപ്പോഴും വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം. അത് നമ്മുടെ തന്നെ സ്വാതന്ത്ര്യത്തെ നിലനിർത്തുവാൻ വളരെയധികം സഹായിക്കുന്ന കാര്യമാണ്. ഇതിനെപ്പറ്റിയുള്ളൊരു ബോധവൽക്കരണം സമൂഹത്തിലും രാഷ്ട്രത്തിലും ആകമാനം ഉണ്ടാകേണ്ട വലിയ ആവശ്യം ഇപ്പോൾ വ്യക്തമായി തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യേശു ഇപ്രകാരമുള്ള ഒരു സമീപനം, അതായത് താൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും അധികം നന്മ ചെയ്യും എന്നതിനെപ്പറ്റി യാതൊരു സംശയവുമില്ലാഞ്ഞിരുന്നിട്ടും ഇതറിയുന്നത് കൊണ്ട് ജനങ്ങൾക്ക് നന്മ മാത്രമേ, വലിയ നന്മ മാത്രമേ വരികയുള്ളൂ എന്നതിനെപ്പറ്റി ഉത്തമ ബോധ്യമുണ്ടായിട്ടും താൻ പറയുന്ന ഒരു കാര്യത്തിലും ഒരു വിധത്തിലുള്ള നിർബന്ധവും, കോയർഷൻ, കമ്പൾഷൻ, ഫോഴ്സ് ഇല്ലാതെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ 100% മാനിച്ചുകൊണ്ടാണ് യേശു ജനങ്ങളെ ഉത്ബോധിപ്പിച്ചത്, പഠിപ്പിച്ചത് എന്ന് ശ്രദ്ധിക്കുക. എന്നാൽ നമ്മുടെ കാലത്ത് അങ്ങനെയല്ല. ഇടിവെട്ടുന്നത് പോലെ സംസാരിക്കുകയും താൻ പറയുന്നത് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ നിനക്ക് വസിക്കാൻ ആകപ്പാടെ ഇടം കാരാഗ്രഹമാണ് എന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്ന ആ സമീപനമാണ് ഏറ്റവും മനുഷ്യന് നന്മ ചെയ്യുന്ന ഒരു സമീപനം. അങ്ങനെയുള്ള നേതൃത്വമാണ് നമുക്ക് നല്ലത്, ഏറ്റവും അഭികാമ്യം എന്ന് ചിന്തിക്കത്തക്കവണ്ണം മനുഷ്യൻ്റെ മനസ്സിൽ അത്രമാത്രം അടിമത്തത്തെ പറ്റിയുള്ള വാഞ്ച, അടുപ്പം വർദ്ധിച്ചുപോയി എന്നത് ഞെട്ടലോടുകൂടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ സമീപനം ഇങ്ങനെയല്ല, ആത്മീയമായ സമീപനം അങ്ങനെയല്ല. മനുഷ്യന് നന്മ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആരും അങ്ങനെ സമീപിക്കാറില്ല. മനുഷ്യ സ്വാതന്ത്ര്യത്തെ വിലമതിക്കാത്ത ഒരു വ്യക്തി പോലും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഒരു സ്ഥാനം സ്വീകരിക്കുകയോ അധികാരം കൈയാളുകയോ ചെയ്യുകയില്ല. മനുഷ്യ സ്വാതന്ത്ര്യത്തോട് ശത്രുത പാലിച്ചുകൊണ്ട് വ്യക്തികളെ അടിമകളാക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവൻ മനുഷ്യൻ്റെ നന്മയുടെ ശത്രുവാണ് എന്ന ചരിത്ര സത്യം സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ ലോകത്തെമ്പാടുമുള്ള, ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, ഒരു രാജ്യത്തോ ഒരു സമൂഹത്തോ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് ഇന്ന് അത്യാവശ്യമുണ്ട്. ഇങ്ങനെയുള്ള സമകാലീന പ്രസക്തമായ ആത്മീയമായ അറിവുകളെ വേണ്ട ഊന്നലോടുകൂടെ വ്യാപകമായി വിളിച്ചറിയിക്കുന്നതിൽ അതിന് ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ അമ്പയെ പരാജയപ്പെടുന്നു എന്ന വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ ഒന്ന് പ്രതിപാദിച്ച് നിങ്ങളേവരും ചിന്തിക്കുവാൻ താല്പര്യമുള്ളവരാണ് എന്നതോർത്ത് ഞാൻ അതീവമായി സന്തോഷിക്കുന്നു, ആശ്വസിക്കുന്നു. എൻ്റെ പ്രത്യാശ ഞാൻ അതിൽ സ്ഥാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അല്പം സങ്കീർണമായ വിഷയങ്ങൾ മറ്റൊരു യൂട്യൂബ് ചാനലും കൈകാര്യം ചെയ്യുവാൻ ആരും കൂട്ടാക്കാത്ത ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളോട് ചേർന്ന് ചിന്തിക്കുന്നതിൽ എനിക്ക് ഒരു സ്വാതന്ത്ര്യവും അതിനെപ്പറ്റി ഒരു ആത്മധൈര്യവും ഉണ്ടാകുവാൻ ഒരേ ഒരു കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഓരോ പ്രതികരണങ്ങളും കാണുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ ഇപ്പോഴും തത്രപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തത പാലിക്കാൻ ഈ കാലങ്ങളിൽ നമുക്ക് ഇടയാകട്ടെ എന്ന് മാത്രവുമല്ല, ഈ ഒരു സംഗമത്തിൽ കൂടെ നാം പ്രാപിക്കുന്ന അറിവുകൾ അതിനപ്പുറത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരുമായി സംസാരിപ്പാനും കൈമാറ്റം ചെയ്യുവാനും കഴിയും. ആ ചുമതല കൂടെ നിങ്ങൾ നിർവഹിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് നമ്മുടെ അന്വേഷണം ഇനിയും മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറെ താമസിയാതെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയ് ഹിന്ദ്.